നിരാശ ജീവിതത്തിലുണ്ടാകരുത് എന്ന് ചിന്തിച്ചാലും അതിനുവേണ്ടി പരിശ്രമിച്ചാലും നിരാശയുണ്ടാകാം. ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ലാത്തവൻ എന്നാരെക്കുറിച്ചും പറയുവാൻ സാധിക്കില്ലല്ലോ. നിരാശ സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തന്നെ തുടരുന്നത് തീർച്ചയായും വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും വെളിയിൽ വന്നേ മതിയാകൂ. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് നിരാശയുടെ വചനങ്ങളാലാണ്. വളരെയധികം നിരുത്സാഹപ്പെട്ട ഒരു വിധത്തിൽ സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നു. എന്നാൽ വളരെ ഉത്സാഹത്തോടും വളരെ പ്രത്യാശയോടും കൂടെ അവസാനിപ്പിക്കുന്നത് നാം കാണുന്നു. 55-ാം സങ്കീർത്തനം നാം പഠിച്ചപ്പോൾ അത് നാം കണ്ടു. പ്രാരംഭത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൂരെ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. താനാകെ ക്ഷീണിതനായി നിരാശിതനായി കാണപ്പെട്ടു. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ അവൻ പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നുവെന്ന്. 57-ാം സങ്കീർത്തനവും ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കരുണയ്ക്കായിട്ടുള്ള നിലവിളിയാണ് 57-ാം സങ്കീർത്തനത്തിലെ വിഷയം. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്. ഇതാണ് അതിൻ്റെ ശീർഷകം. ചാവുകടലിൻ്റെ തീരത്തുള്ള ഗുഹകളിൽ ദാവീദ് സമയം ചെലവഴിച്ചു. അത് സമുദ്രനിരപ്പിൽ നിന്ന് താണ പ്രദേശവും വേനൽക്കാലത്ത് വളരെയധികം ചൂടുള്ള സ്ഥലവുമായിരുന്നു. എന്നാൽ തണുപ്പ് കാലത്ത് ആ പ്രദേശത്തെ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. അതുല്ലാം ഗുഹ ആ പ്രദേശത്തായിരുന്നു. ദാവീദ് രചിച്ചതായ പല സങ്കീർത്തനങ്ങളും ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ അതുല്ലാം ഗുഹയാണ് ഈ സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നത്രേ അനേകം വേദപുസ്തക വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നത്. 57-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. അതെ, സങ്കീർത്തനക്കാരൻ്റെ കരച്ചിൽ അതാണ്. എൻ്റെയും പ്രാർത്ഥന ഇതുതന്നെയാകുന്നു. ദാവീദിനോട് ചേർന്ന് താങ്കളും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാകാം, ഇല്ലേ? ദൈവം എന്നോട് കരുണയുള്ളവനായിരിക്കണം എന്നാണ് എൻ്റെ താല്പര്യം. ദൈവം എന്നോട് നീതിയും ന്യായവും നടത്തുന്നവനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എപ്പോഴും അവൻ്റെ അടിയേൽക്കുകയായിരിക്കും ഫലം. ദൈവം എന്നോട് കരുണയും കൃപയും ഉള്ളവനായിരിക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവം കരുണയിൽ സമ്പന്നനായ ദൈവമാണ്. അവൻ്റെ പക്കൽ ദയയും കരുണയും ധാരാളമുണ്ട്. അവ അധികമായി എനിക്കും നിങ്ങൾക്കും ആവശ്യവും അത്രേ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നത്രേ ദാവീദ് പറയുന്നത്. ദാവീദ് ഈ ശരണം അനുഭവമാക്കി. എന്നാൽ ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തില്ല. അതെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രകാരം പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇസ്രായേൽ ഇതേവരെയും അവിടുത്തെ ചിറകിൻ നിഴലിൽ കടന്നു വന്ന് അഭയം തേടിയിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? വേറെ വിധത്തിൽ പറഞ്ഞാൽ, അവനെ സ്നേഹിക്കുവാനായി അവനോട് അനുസരണമുള്ളവരായിരിക്കുക. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. തുടർന്ന് മനോഹരമായ ഒരു പ്രസ്താവന നാം കാണുന്നു. 2-3 വാക്യങ്ങളിൽ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവരെ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. ഇത് എവിടെ ഇരുന്നാണ് പാടുന്നത് എന്നോർക്കണം. ഭയാനകമായ ഒരു പശ്ചാത്തലം, ഗുഹയുടെ അന്തരീക്ഷം, ശൗലിനെ പേടിച്ച് താൻ ഏത് സമയവും കൊല്ലപ്പെടും എന്ന ആ തീർച്ചയോടെ, അതെ, മരണത്തിൻ്റെ ദിനങ്ങൾ എണ്ണിക്കഴിയുന്ന ദാവീദ്. ആ ദാവീദ് പറയുകയാണ്,
എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കുമെന്ന്. അവിടുത്തെ ദയയും വിശ്വസ്തതയും അവൻ അയക്കുന്നുവെന്ന്. നമ്മുടെ കർത്താവ് ശക്തിയോടും മഹിമയോടും കൂടെ മടങ്ങി വരുമ്പോൾ ഇത് വിശ്വസ്ത ശേഷിപ്പിന് അക്ഷരികമായി നിറവേറും. അന്നാളിൽ അവർ പറയുന്നത് ഇപ്രകാരമായിരിക്കും: ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ എത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. അതെ, ആ വലിയ പ്രത്യാശ അതാണ് ദാവീദ് ഇവിടെ പ്രകടമാക്കുന്നത്. 4-ാം വാക്യം: എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. അവനെ സഹായിപ്പാൻ പല സിംഹക്കുട്ടികളുമുണ്ട് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതത്രേ. ഈ സങ്കീർത്തനങ്ങൾ നിലനിൽക്കുന്നതും സ്ഥിരമായുള്ളതുമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളവയാണെന്ന് മുമ്പ് നാം ചിന്തിച്ച കാര്യം ഓർക്കുക. 7-ാം വാക്യത്തിലേക്ക് നമുക്കിനി വരാം. 7-ാം വാക്യം: എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. തുടർന്ന് പറഞ്ഞിരിക്കുന്ന മനോഹരമായ കാര്യം 8-ാം വാക്യത്തിൽ: എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അതികാലത്തെ ഉണരും. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ഒരു നിരാശയോടുകൂടെ ആരംഭിച്ചു എങ്കിൽ തന്നെ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എൻ്റെ അവസ്ഥ കണ്ടേ എന്ന് പറഞ്ഞ് ആരംഭിച്ചു എങ്കിൽ തന്നെ അവസാനിക്കുന്നത് ഞാൻ പാടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദ് ദുഃഖിക്കുന്നതാണ്. എന്നാൽ 7-ാം വാക്യത്തിൽ അവൻ മാറി. അവൻ പറയുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും. പാട്ടുപാടുവാൻ സാധിക്കുന്നത് ഉറച്ച മനസ്സുള്ളവർക്ക് മാത്രമാണ്. അവൻ പറയുന്നു, ഞാൻ അതികാലത്തെ ഉണരും. എത്ര നല്ല പ്രസ്താവനയാണിത്! പാപത്തിൻ്റെയും കഷ്ടതയുടെയും രാത്രി കഴിഞ്ഞിരിക്കുന്നു, പിശാചിൻ്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു, പ്രഭാതം വന്നു ചേർന്നു, നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ സംഗതി! ഈ സങ്കീർത്തനത്തിൽ എത്ര മനോഹരമായ ഉറപ്പും വിശ്വാസവും നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ പറഞ്ഞ് അവസാനിക്കുന്നത്, എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അതികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമെന്ന്, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. എത്ര മനോഹരമായ വാക്കുകളോടുകൂടെ ദാവീദ് അവസാനിപ്പിക്കുന്നു. നമുക്കിനിയും 58-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഇതും നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ശത്രുവിനെതിരെ പ്രതികാര നടപടിക്കായി താല്പര്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനം ചോദ്യത്തോടുകൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ദാവീദിൻ്റെ തൂലിക ഉപയോഗിച്ചുകൊണ്ട് ദൈവമാണ് സംസാരിക്കുന്നത് എന്നത്ര എൻ്റെ വിശ്വാസം. 58-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം: ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി സ്ഥാപിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായിട്ടാണോ വിധിക്കുന്നത്? ന്യായാധിപന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതിയോടെയാണോ ന്യായം വിധിക്കുന്നത്? നമ്മുടെ കർത്താവ് ന്യായാധിപന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സമയം വരാൻ പോകുന്നു. നീതി വാസ്തവമായി നിശബ്ദമായിരിക്കുകയാണോ? അതെ, ന്യായാധിപന്മാരെ, നിങ്ങൾ നീതി പ്രസ്താവിക്കുന്നുവോ എന്ന് പറയുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ നൽകേണ്ടതാണ്. ദാവീദിൻ്റെ ശത്രുക്കളാണ് അവൻ്റെ ചുറ്റിലുമുള്ളത്. പ്രതികാരം നടത്തിപ്പിനു വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണിത്. 2 മുതലുള്ള വാക്യങ്ങളിൽ: നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ട അണലിയെ പോലെയാകുന്നു. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്കത് കേൾക്കയില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവേ, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. ഈ സങ്കീർത്തനത്തിൽ തൻ്റെ ശത്രുക്കൾക്ക് 6 വിധത്തിലുള്ള നാശം സംഭവിക്കണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. 1, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകൾ തകർത്ത് കളയണമേ. ശത്രു ഒരു സിംഹത്തെ പോലെയാകുന്നു എന്ന് നാം മുമ്പ് കണ്ടു കഴിഞ്ഞുവല്ലോ. പിശാച് അലറുന്ന സിംഹം പോലെയാണ്.
ദൈവം അവൻ്റെ പല്ല് തകർത്ത് കളയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാവീദ് ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നീതിക്ക് വേണ്ടി അവൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ശത്രുക്കളെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത്. കൃപായുഗത്തിൽ ജീവിക്കുന്ന നാം ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടതല്ല. തുടർന്ന് മറ്റൊരു ഉദാഹരണത്തിൽ കൂടി ദാവീദ് സംസാരിക്കുകയാണ്. 7-ാം വാക്യം, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. അവൻ തൻ്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. ദുഷ്ടത പെരുവെള്ളം പോലെയാകുന്നു. ഈ ദുഷ്ടതയുടെ പെരുവെള്ളം ഉരുകിപ്പോകുവാൻ അവൻ ആവശ്യപ്പെടുന്നു. അവൻ തൻ്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. ശത്രു അമ്പും വില്ലും തനിക്കെതിരായി ഉപയോഗിക്കുന്നതായിട്ടാണ് ദാവീദ് ചിത്രീകരിക്കുന്നത്. ഇനിയും 8-ാം വാക്യത്തിൽ നാം കാണുന്നു, അലിഞ്ഞ് പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ. ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ എന്ന് 4-ാമതായി പറയുന്നു. പല ഉദാഹരണങ്ങൾ. 1 ബാലസിംഹം, 2 ദുഷ്ടത പെരുവെള്ളം പോലെ, 3 അവൻ തൻ്റെ അമ്പുകളെ തൊടുക്കുന്നു, 4 അലിഞ്ഞു പോയി പോകുന്ന അച്ചു പോലെയാകട്ടെ. ആ പ്രദേശത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒച്ച് ഉണ്ടായിരുന്നു എന്നാണ് പഠിക്കുവാൻ സാധിക്കുന്നത്. അവ സൂര്യൻ്റെ ചൂടിൽ അലിഞ്ഞു പോകുന്നവയായിരുന്നു. ദാവീദ് പറയുന്നത്, ശത്രു ഒരു നേരിയ രേഖ ഉണ്ടാക്കുന്നു, എന്നാൽ അവനെ നീ ആവിയാക്കി കളയണമേ ദൈവമേ, ലോകത്തിൽ നിന്ന് അവനെ നീക്കിക്കളയണമേ. പിന്നെ 5-ാമതായി പറയുന്നു, ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവൻ സൂര്യനെ കാണാതിരിക്കട്ടെ എന്ന്. തങ്ങളുടെ മനസ്സാകുന്ന ദുഷ്ട ഗർഭപാത്രത്തിൽ അവർ തയ്യാറാക്കുന്ന പദ്ധതികൾ ഫലവത്താകാതിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശൂന്യമായി തീരട്ടെ എന്ന്. 9-ാം വാക്യത്തിൽ, നിങ്ങളുടെ കലങ്ങൾക്ക് മുൾത്തീ തട്ടും മുമ്പേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും. നിങ്ങളുടെ കലങ്ങൾക്ക് മുൾത്തീ തട്ടും മുമ്പേ അവ പറന്നുപോകും എന്നാണ് ഇവിടെ പറയുന്നത്. അതെ, ഞെരിഞ്ഞിലിൻ്റെയും മുൾച്ചെടിയുടെയും കമ്പുകൾ ശേഖരിച്ച് കലങ്ങൾ ചൂടാക്കുവാൻ അതിൻ്റെ അടിയിലിട്ട് തീ കത്തിക്കുന്നു. ഉടനെ ഒരു കാറ്റടിക്കുകയും അവ പറന്നുപോവുകയും ചെയ്യുന്നു. ദാവീദ് പറയുന്നത്, ദൈവമേ, അവർക്ക് തങ്ങളുടെ പ്രവൃത്തി ചെയ്തു തീർക്കുവാൻ കഴിയുന്നതിനു മുൻപേ അവരെ നീ നീക്കിക്കളയണമേ എന്നത്രേ. ചുടുകയും നാശം വരുത്തുകയും ചെയ്യുന്നതിനു മുമ്പേ അവരെ നീക്കിക്കളയുക എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്.